ഏത് സ്ഥലത്താണ് ഉള്ളത്? അവിടെ നിന്ന് തീർച്ചയായിട്ടും വലിയൊരു നമുക്ക് ആ സമയത്ത് സംഭവം നടക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഇവിടെ സ്ഥലത്തുണ്ടായിരുന്ന ആൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഞാൻ നേരത്തെ നിങ്ങൾ CCTV കാണുന്ന ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആളാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിങ്ങൾ ഹോട്ടലിൽ തന്നെയാണ്. ഇതെന്താണ് സംഭവിച്ച സമയത്ത്? അതൊരു 11 മണിക്കാണ് എൻ്റെ മാനേജർ വിളിച്ചത്. പിന്നെ അങ്ങനെ ഇവിടെ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ സെയിം ടൈമിൽ ഞാൻ ഇതിൻ്റെ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഞാൻ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റാഫ് 10-25 പേരുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ വന്ന് ഒരു പുറത്ത് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അവിടുന്ന് പൊട്ടിയിട്ട് അവരൊരു വീഡിയോ എടുത്തിട്ട്, അതല്ലാതെ റെസ്റ്റോറൻറ്റിൻ്റെ നമ്മളൊരു CCTV ഫുട്ടേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ബസ്സുണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആ ബസ്സിനെ പറ്റിയിട്ട് യാതൊരു വിവരവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ പാലത്തിൽ കൂടെ ഓടി വരുന്നത് കൊണ്ട് 2 പേര് ഇവിടെ റെസ്റ്റോറൻറ്റ് നേരെ മുമ്പിൽ വണ്ടി അടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് അവർ സർവൈവ് ആയിട്ടുണ്ട്. അല്ല, ഞാൻ വരുന്നില്ല. ഞാൻ അതിന് ശേഷം എൻ്റെ വീട് ഇവിടുന്ന് 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. എൻ്റെ മാനേജർ ഉണ്ടായിരുന്നു. ഇവിടെ ആളുണ്ടായിരുന്നു. എൻ്റെ സ്റ്റാഫുണ്ട്, മാനേജറുണ്ട്. അപ്പോൾ അവനാണ് വിളിച്ച് പറഞ്ഞത്. മണ്ണ് അവിടുന്ന് പാലത്തിൻ്റെ മേലെ ടാങ്കർ നേരെ അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ഇടയിലാണ് 2 പേര് കുടുങ്ങിയത്. ആ മണ്ണോട് അല്ല, മണ്ണ് അവർ പ്രോപ്പറായിട്ട് ചെയ്തു വെച്ചാൽ, പക്ഷേ എന്താ പറ്റിയെന്നറിയില്ല. മഴൻ്റെ ഇടിഞ്ഞു പോകുന്നത് മൊത്തം എല്ലാം ആ ടാങ്കറാണ്, വലിയ ടാങ്കറല്ലേ, 3000 ഗാലനുള്ള ടാങ്കറാണ്. ആ വണ്ടിയാണ് നേരെ ഇവിടെ വന്നിട്ട് അടിച്ചിട്ട്. ഈ CCTV എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ CCTV ഫുട്ടേജാണ് ഇപ്പോൾ കാണുന്നത്. വലിയൊരു ഭയങ്കരമായൊരു ഇത് തന്നെയാണ്. ആ CCTV നോക്കുമ്പോഴാണ് നമുക്കറിയുന്നത്. കുറേ CCTV കാണുന്ന ഒരു ഐഡിയ ഇല്ല. ഇല്ല, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ അവർ 2 പേരെ അങ്ങോട്ട് പോയതാണ്. പിന്നെ ഡ്രൈവർ സർവൈവ് ചെയ്തു. ടാങ്കറിൻ്റെ ഡ്രൈവർ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. എങ്ങനെ? ആ 2 പേര് അവർ പോയിട്ടുണ്ട്. അത് ഹോസ്പിറ്റലിലേക്കാണ് പോയിട്ടുള്ളത്. എന്താ പരിക്കുണ്ട്, ഇഞ്ചുറി ഉണ്ട് അവർക്ക്. അതിൻ്റെ സ്റ്റാഫ് തന്നെയാണ്. പിന്നെ ഇവിടുന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി പാസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്നുള്ളത് അത് അറിയുന്നില്ല. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് ഇല്ല ഡിസ്റ്റൻസ്. ആ സമയത്താണ് ഒരു KSRTC ബസ് ഇവിടുന്ന് പാസ് ചെയ്ത് പോകുന്നത്. CCTV നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മഴ നല്ല ഹെവി റെയിനായിരുന്നു. രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ലേശം കിട്ടുന്നത്. ഈ വഴി മാത്രമേ ഉള്ളൂ, ചൂരമലയ്ക്ക് ഈ വഴി മാത്രമല്ലേ ഉള്ളൂ. പോകുന്നുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് വലിയൊരു KSRTC ബസ് പോയി ഒരു മിനിറ്റ് ആയിട്ടില്ല. അപ്പോഴത്തേക്കാണ് ഈ സംഭവം. അല്ലെങ്കിൽ ഇതിൻ്റെ വലിയൊരു ആഘാതം തന്നെ ആയിരുന്നു. ഹോട്ടലിനകത്തൊക്കെ ആളുണ്ടായിരുന്നു. നിങ്ങളുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. സ്റ്റാഫ് പുറത്തുണ്ട്. കണ്ടപ്പോൾ ഓടിയതാണ്. ഒരു തട്ടുകാരുണ്ടല്ലോ, അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം സർവൈവ് ആണ്, കുഴപ്പമൊന്നുമില്ല, സേഫാണ്, വീട്ടിലുണ്ട്. ആ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട് എവിടെയാണ്? വീട് ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉണ്ട്. പിന്നെ ഈ ഒരു വീട് കംപ്ലീറ്റ് പോയി. ആളുണ്ടായിരുന്നു. ഒരു വീടുണ്ട്, ഒരു പള്ളിയുണ്ട്, നേരെ ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. താമസിക്കുന്ന ഇല്ല, അവർ ഉംറയ്ക്ക് പോയതാണ്. ഇല്ല, വീട്ടിൽ ആളില്ല, വീട് പോയി. ഇതിൻ്റെ മുകളിലേക്കൊക്കെ ആ സൈഡിലേക്ക് ഇല്ല, അങ്ങോട്ട് വീടില്ല. ഇല്ല, പിന്നെ അവിടെ നിന്ന് പിന്നെ എസ്റ്റേറ്റ് ആണ്. പിന്നെ അപ്പുറത്ത് കാർ പാർക്കിങ്ങിൻ്റെ കുറച്ച് ഏരിയ ഉണ്ട്. ഇത്രയും ജോലിക്കാർ താമസിക്കുന്ന ഷെഡൊക്കെ ഏത് ഭാഗത്ത്? ജോലിക്കാർ താമസിക്കുന്നത് ഇവിടെ കുറച്ചുകൂടി അങ്ങോട്ട് പോകണം. പിന്നെ ഇവർ തുരങ്കപാതൻ്റെ പ്രോപ്പർട്ടി എൻ്റെ പ്രോപ്പർട്ടിയിൽ എൻ്റെ റിസോർട്ടിൽ അവർ താമസിക്കുന്നുണ്ട്. അവർക്ക് മന്ത്ലി ആയിട്ട് കൊടുത്തതാണ്. അവരവിടെ താമസിക്കുന്നുണ്ട്. ജീവനക്കാരൊക്കെ സേഫാണ്? നമ്മൾ ജീവനക്കാർ സേഫാണ്. ബാങ്കോട്ട് അറിയുന്നവരൊക്കെ ഇല്ല, വേറല്ല. നമുക്ക് ഇതുവരെ അല്ല, ബാക്കിയുള്ള ഇനിയിപ്പോൾ എന്താണെന്നുള്ളതാണ് നമുക്ക്. എൻ്റെ പേര് നസിൽ. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന CCTV ദൃശ്യങ്ങൾ കാണുന്നത് ഈ നസീറിൻ്റെ ഗ്രില്ലെക്സ് എന്നുള്ള ഹോട്ടലിൻ്റെ മുമ്പിലുള്ള CCTV ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതിൽ നിന്നാണ് അതിൻ്റെ ആ ഭീകരത നമ്മൾ വ്യക്തമായത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനത്തിൻ്റെ ഉടമയാണ് നമ്മോട് സംസാരിച്ചത്. ഇപ്പോൾ ഇവിടെ വൈദ്യുതി തൂണുകളടക്കം അറ്റകുറ്റപ്പണികളും അതുപോലെ തന്നെ അത് മാറ്റുവാനുള്ള ശ്രമം നടത്തുക. അതുകൊണ്ട് ഒരു അപകട സാധ്യതയുണ്ട്, ഇവിടുന്ന് മാറണമെന്നുള്ളൊരു നിർദ്ദേശം തരുന്നു. അപ്പോഴും ഇതിൻ്റെ ഒരു ഭീകരത ദൃശ്യമാവുന്നത് കുറച്ചും കൂടെ മുകളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും.